നായർ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ജില്ലയിലെ തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ പെരുമറ്റം രാധാകൃഷ്ണനെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നായർ സമുദായം ഉൾപ്പെടെയുള്ള സംവരണേതര വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെയും ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നും നടപ്പിലാക്കണമെന്നും തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നായർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ കൂട്ടായ്മയായ നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 7-ന് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ജാഥ 13-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും. നായർ ഐക്യവേദിയുടെ ചെയർമാൻ പെരുമറ്റം രാധാകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. 186 സമുദായങ്ങളിൽപ്പെട്ട അവശരെ അനുഭവിക്കുന്ന ചട്ടക്കൂടുതലുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് M.R. ഹരിഹരൻ നായരെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സർവേ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായന്മാരുടെ പേര് പറഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. നായർ സമൂഹം ഉൾപ്പെടുന്ന 168ഓളം വരുന്ന വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ധർമ്മസമരം സാമൂഹിക നീതിക്ക് വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടമായി മാറുമെന്നും തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ശക്തമായി പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നായർ ഐക്യവേദി നേതാക്കളായ TD വിജയൻ നായർ, P. ചന്ദ്രശേഖരൻ നായർ, ഡോക്ടർ വിനുകുമാർ, വൈക്കം അനിൽകുമാർ, രാജ്മോഹൻ കൈമൾ, അഡ്വക്കേറ്റ് ഭാവന, ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.